ഇന്ന് സഭാ നടപടികൾ തീരുന്ന സാഹചര്യത്തിൽ ഞങ്ങൾ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് ഈ സമരം ഇന്ന് താൽക്കാലികമായി ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇനി 29-30 തീയതികളിൽ മാത്രമാണ് നിയമസഭയുള്ളത്. ഞങ്ങൾ വീണ്ടും സർക്കാരിനോട് ആവശ്യപ്പെടുന്നു, ഈ ഉത്തരവാദികളായ കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കസ്റ്റഡി വർധനത്തിൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുന്നത് വരെ നിയമസഭയ്ക്കകത്തും പുറത്തും ഞങ്ങൾ ഈ സമരം തുടരുക തന്നെ ചെയ്യും. ഗവൺമെൻറ് എത്രയും പെട്ടെന്ന് നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുകയാണ്. വലിയ സമരങ്ങളിലേക്ക് കേരളം പോകാൻ പോവുകയാണ് ഈ വിഷയത്തിൽ. രണ്ടാമത് ഞങ്ങൾ ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത് ശബരിമലയിലെ സ്വർണത്തിൻ്റെ മോഷണത്തെക്കുറിച്ചാണ്. ശബരിമലയിലെ ദ്വാരപാലക ശില്പം, സ്വർണം പൂശിയ ശില്പം നന്നാക്കാൻ ചെന്നൈയിൽ കൊണ്ടുവന്ന് തിരിച്ചു വന്നപ്പോൾ 4 കിലോ സ്വർണമാണ് നഷ്ടപ്പെട്ടത് എന്ന് ഹൈക്കോടതി തന്നെ പറഞ്ഞിരിക്കുകയാണ്. 4 കിലോ സ്വർണം ഹൈക്കോടതി അറിയാതെ സർക്കാരിലെ ചിലരും ദേവസ്വം ബോർഡിലെ ചിലരും ചേർന്നിട്ടാണ് അയ്യപ്പൻ്റെ 4 കിലോ സ്വർണം കൊള്ളയടിച്ചിരിക്കുന്നത്. എന്നിട്ടാണ് നാളെ അയ്യപ്പ സംഗമം നടത്താൻ പോകുന്നത്. ഈ അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുമ്പ് ഈ സ്വർണം എവിടെ പോയി എന്ന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അയ്യപ്പ ഭക്തരോടും കേരളത്തിലെ വിശ്വാസികളോടും പറയേണ്ട ബാധ്യതയുണ്ട്. ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലാണ്. അയ്യപ്പൻ്റെ സ്വർണ്ണം അടിച്ചു മാറ്റിയ ആളുകളാണ് സർക്കാരിലും ദേവസ്വം ബോർഡിലും ഇരിക്കുന്നത്. അയ്യപ്പൻ്റെ 4 കിലോ സ്വർണ്ണം അടിച്ചു മാറ്റി. അതിൻ്റെ പാപം മറയ്ക്കാൻ വേണ്ടിയിട്ടാണോ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് അയ്യപ്പ സംഗമവുമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. UDF 3 ചോദ്യങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അയ്യപ്പ സംഗമത്തിൽ. ഒന്ന്, നിങ്ങൾ സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം, ആചാര ലംഘനത്തിന് അനുകൂലമായ സത്യവാങ്മൂലം തിരുത്താൻ നിങ്ങൾ തയ്യാറുണ്ടോ? 2, ഇത് സംബന്ധിച്ച് അന്നെടുത്ത കേസുകൾ, നാമജപ ഘോഷയാത്ര നടത്തിയതുൾപ്പെടെ ഉമ്മൻചാണ്ടിക്കെതിരെ, രമേശ് ചെന്നിത്തലയ്ക്കെതിരെ, അടൂർ പ്രകാശിനെതിരെ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾക്ക്, സ്ത്രീകൾക്ക് എടുത്ത ആയിരക്കണക്കിന് കേസുകൾ നിങ്ങൾ പിൻവലിക്കുമോ? മൂന്നാമത്തെ ചോദ്യം, 10 കൊല്ലം ആയി തീരാൻ പോവുക. ഭരണത്തിൻ്റെ സായാഹ്നത്തിലെത്തിയപ്പോഴാണ് ശബരിമലയിൽ മാസ്റ്റർ പ്ലാൻ വേണം എന്ന തോന്നലുണ്ടായിരിക്കുന്നത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 112 ഹെക്ടർ സ്ഥലം, 300 ഏക്കറിൽ താഴെ വനഭൂമി ഏറ്റെടുത്തു സങ്കീർണമായ നടപടിക്രമങ്ങളിലൂടെ. എന്നിട്ട് അതിനു പകരം 112 ഹെക്ടർ സ്ഥലം സർക്കാർ അക്വയർ ചെയ്ത് ഇടുക്കി ജില്ലയിൽ വനഭൂമിക്ക് തിരിച്ചു കൊടുത്തു. എന്നിട്ട് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തി. 9 കൊല്ലമായി ശബരിമലയിൽ ഒരു വികസന പ്രവർത്തനവും നടത്താത്ത സർക്കാർ 10ാമത്തെ കൊല്ലം തെരഞ്ഞെടുപ്പ്, 2026 പ്രശ്നം, തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മാസ്റ്റർ പ്ലാനുമായി ഇറങ്ങിയത് ജനങ്ങളെ കബളിപ്പിക്കാനല്ലേ? ഈ 3 ചോദ്യത്തിനും ഉത്തരം പറഞ്ഞിട്ട് വേണം. നിങ്ങൾ